ഒടുവിൽ കീഴടങ്ങി കേന്ദ്രം. പ്രതിഷേധത്തിനൊടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വന്നിരിക്കുകയാണ്. 35 ദിവസം നീണ്ട വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഈ രാജി സംഭവിച്ചിരിക്കുന്നത്. ഒടുവിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികൾക്ക് നീതി ലഭിച്ചുവെന്ന് അഭിജിത് ദീപ് കെ ജന്തർ മന്ദിറിൽ പറഞ്ഞു. വളരെ ശക്തമായ പ്രതിഷേധമായിരുന്നു ഈ 35 ദിവസം രാജ്യം കണ്ടത്. ഇപ്പോൾ ദില്ലിയിൽ നിന്നും ഷമീം പ്രഭാകർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഷമീം, 35 ദിവസത്തെ പോരാട്ടം, അത് സമാനതകളില്ലാത്ത പോരാട്ടം എന്ന് പറയാം. ആ ഒരു ദിവസത്തിന്റെ ആ ഒരു പോരാട്ടത്തിന്റെ ഏറ്റവും അവസാനം അവർ എന്താണോ ആവശ്യപ്പെട്ടത്, ഇന്ത്യൻ യുവത്വം എന്താണോ ആവശ്യപ്പെട്ടത്, ആ ആവശ്യത്തിന് മുമ്പിൽ മോദി സർക്കാരിനെ കീഴടങ്ങേണ്ടി വന്നിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. ആ ഒരു സന്തോഷമായിരിക്കും ഇപ്പോൾ ഷമി അവിടെ എത്തിയപ്പോൾ അവിടെ എല്ലാവരിലും കാണുവാൻ സാധിക്കുന്നത്, അല്ലേ? തീർച്ചയായും ഐതിഹാസികം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു സമര പോരാട്ടത്തിന്റെ പര്യവസാനത്തിൽ കേന്ദ്ര സർക്കാർ മുട്ടുമടക്കി ധർമ്മേന്ദ്ര പ്രധാൻ രാജിക്കത്ത് കൊടുത്ത് ഓടി ഒളിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ ദില്ലിയിൽ കഴിഞ്ഞ ഏതാണ്ട് 40 ദിവസത്തിലധികമായി നടക്കുന്ന ഒരു സമരം, ഒരുപക്ഷെ ഇന്ത്യ ഇത്രയധികം കൂട്ടിയോജിപ്പിച്ച ഒരു സമരം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ നമ്മൾക്ക് കേൾക്കാൻ കഴിഞ്ഞ മുദ്രാവാക്യങ്ങൾ എന്ന് പറയുന്നത് ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം, ജയ് അംബേദ്കർ എന്ന മുദ്രാവാക്യം, ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യം, ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം, അങ്ങനെ വ്യത്യസ്തങ്ങളായ മുദ്രാവാക്യങ്ങളുടെ ഒരു കൂട്ടായ്മ. അവിടെ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ വേർതിരിവില്ലാതെ, സിഖെന്നോ വേർതിരിവില്ലാതെ ഒരുപക്ഷെ മനുഷ്യർ ഈ അടുത്ത കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും ഒത്തുകൂടിയത് ഈ ജന്തർ മന്ദറിലാണ്. അത് ഈ വിദ്യാഭ്യാസ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ആദ്യം കോക്രോച്ച് ജനതാ പാർട്ടി വരുന്നു, പിന്നീട് അതിന് തുടർച്ചയായി ഇടതുപക്ഷത്തിന്റെ വലിയ പിന്തുണ അവർക്ക് ലഭ്യമാകുന്നു. SFIയുടെ അഖിലേന്ത്യാ നേതാക്കൾ ഈ നിരാഹാര സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ നിരാഹാര സമരം അനുഷ്ഠിക്കുന്നു. CPIMന്റെ ജനറൽ സെക്രട്ടറി അടക്കം ഇടതുപക്ഷത്തിന്റെ വലിയ പിന്തുണ ലഭിക്കുന്നു. നമുക്കറിയാം മറ്റു പാർട്ടികൾ NCP അടക്കം ശിവസേന അടക്കമുള്ള പാർട്ടികൾ ഈ സമരത്തിന് വലിയ പിന്തുണ പ്രഖ്യാപിക്കുന്നു. എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നിരയിലെ വലിയ ഒരു പിന്തുണ ഈ സമരത്തിന് ലഭിക്കുമ്പോൾ തന്നെ BJP അടക്കമുള്ള സംഘപരിവാറിൽപ്പെട്ട ആൾക്കാർ, കേന്ദ്ര മന്ത്രിമാരുടെ, സംസ്ഥാന BJP മന്ത്രിമാരുടെ മക്കളടക്കം ഈ സമരത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഈ സമരത്തിന് പിന്തുണ വയ്ക്കുന്നത്. കാരണം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ ഭാവിയെക്കുറിച്ചുള്ള വലിയ ആശങ്ക ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ, അതായത് നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായം, നമ്മളുടെ പൊതുപരീക്ഷ 25 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പർ പ്രധാനപ്പെട്ട ചന്തകളിൽ വാങ്ങാൻ കിട്ടുന്ന ഒരു സാഹചര്യം ഒരു രാജ്യത്ത് എത്രമാത്രം ഭൂഷണമാണ് എന്നുള്ള വലിയ ചോദ്യത്തിനാണ് കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ. നമുക്കറിയാം ഈ സമരം 40 ദിവസം മുമ്പ് ഇവിടെ ജന്തർ മന്ദിറിൽ തുടങ്ങാൻ സമയത്ത് ദില്ലി പോലീസ് വന്ന് ഒരു നോട്ടീസ് കൊടുത്തു. ഞങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങൾ ഇവിടെ സമരം നടത്താൻ പാടില്ല എന്ന്. ഈ വിദ്യാർത്ഥികൾ, ഈ കുട്ടികൾ പറഞ്ഞു, പോയി പണി നോക്കൂ എന്ന് പറഞ്ഞു. ഇവിടെ അവരുടെ അനുവാദമില്ലാതെ ഈ സമരം ആരംഭിക്കുന്ന ഒരു കാഴ്ച നമ്മൾക്ക് കാണാൻ കഴിഞ്ഞു. പിന്നീട് ഇങ്ങോട്ട് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വരെയുള്ള സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ മർക്കട മുഷ്ടിയും അഹങ്കാരവും തലക്കനവും തറയിൽ വീണുടയുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. ഈ വിദ്യാർത്ഥി ശക്തിക്ക് മുന്നിൽ, ഈ ജനതയ്ക്ക് മുന്നിൽ കേന്ദ്ര സർക്കാരിനെതിരായ വലിയ പ്രതിഷേധം നാട്ടിൽ ഉയർന്നിട്ടുണ്ട് എന്ന് ഈ നാട് തിരിച്ചറിയുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഈ അഭിജിത് ദീപ് കെ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു നിമിത്തമായി മാറി. കാരണം രാജ്യമെമ്പാടും ഭയത്തിന്റെ ഒരു ആലസ്യത്തിൽ നിൽക്കുന്ന ഒരു സമയം, BJPക്കെതിരായി ഇനിയൊരു പ്രതിരോധം സാധ്യമാകുമോ എന്ന സംശയം പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിരുന്ന സമയത്ത് സാധ്യമാകുമെന്ന് 18, 16, 15, 20 വയസ്സുള്ള വിദ്യാർത്ഥികൾ ഈ നാടിനോട് വിളിച്ചു പറയുന്ന കാഴ്ച, അവരുടെ വലിയ പ്രതിഷേധത്തിന് മുന്നിൽ കേന്ദ്രവും സംഘപരിവാറും ഒന്നടങ്കം മുട്ടുമടക്കുന്ന കാഴ്ച നമ്മൾക്ക് കാണാൻ കഴിഞ്ഞു. ഈ പോകുന്ന ലക്ഷക്കണക്കിന്, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ, നമുക്കറിയാം ദില്ലിയിൽ മാത്രമല്ല, പിന്നീട് ഈ സമരം വലിയ തോതിൽ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. പാറ്റ്നയിലടക്കം ഈ സമരം വ്യാപിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. മറ്റ് സംസ്ഥാനങ്ങളിൽ, മഹാരാഷ്ട്രയിൽ, അങ്ങനെയുള്ള ഓരോരോ സംസ്ഥാനങ്ങളിലേക്ക് ഈ സമരം അതിശക്തമായി പടരുന്ന സാഹചര്യത്തിലാണ് അപകടം മുൻകൂട്ടി കണ്ട് എന്ന് പറയാൻ കഴിയില്ല. അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കാരണവശാലും ജന്തർ മന്ദിറിൽ പ്രൊട്ടസ്റ്റ് അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു ഈ സമരം തുടങ്ങുന്ന സമയം ദില്ലി പോലീസ് ഈ വിദ്യാർത്ഥികളോട് പറഞ്ഞത്. പക്ഷേ അവർ പറഞ്ഞു, ജന്തർ മന്ദിറിൽ ഞങ്ങൾക്ക് സമരം നടത്താൻ നിങ്ങളുടെ അനുവാദം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരം ആരംഭിച്ചു. ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. ഇപ്പോൾ DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് റഹീം കൂടി ചേരുകയാണ്. ഒരു വലിയ വിജയത്തിന്റെ നിമിഷത്തിലാണ് താങ്കളും ഞാനും ഇവിടെ നിൽക്കുന്നത്. രാജ്യമാകെ ഇന്ന് വിജയ ദിവസം ആഘോഷിക്കേണ്ട ദിവസമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ തിരിച്ചുവരവാണ്. ഇന്ത്യൻ ജനാധിപത്യം കൂടുതൽ കരുത്തു പ്രാപിച്ച ദിവസമാണ്. ഇത് ജനാധിപത്യത്തിൻ്റെ വിജയ ദിവസമാണ്. നമ്മുടെ രാജ്യം കഴിഞ്ഞ 2014 മുതൽ ഭയം, നിരാശ, നിസ്സംഗത ഈ 3 തടവറകൾക്കുള്ളിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അത് പൊട്ടിച്ചെറിഞ്ഞ് തടവറ ഭേദിച്ച് ഒരു ജനത
അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി കൂടുതൽ മെച്ചപ്പെട്ട ഇന്ത്യക്ക് വേണ്ടി നടത്തിയ പോരാട്ടമാണ്. ആ പോരാട്ടം ഏറ്റവും അധികം നിങ്ങൾ നോക്കൂ, ഈ പാർലമെൻറ്റിലേക്ക് ഇവർ വന്ന എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പാർലമെൻറ്റ് സമ്മേളനം 20-ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അന്നേ ദിവസമാണ് ഇവർ മാർച്ച് ചെയ്യുന്നത്. ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ TMCയെ പിടിച്ചു, ആം ആദ്മി പാർട്ടിയുടെ ഒരു വലിയ ഭാഗത്തെ കൊണ്ടുപോയി. അങ്ങനെ ജനാധിപത്യത്തെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇന്ത്യയിലെ വലിയൊരു സ്റ്റേറ്റിൻ്റെ ഭരണത്തെ പിടിച്ചു. അവിടുത്തെ പ്രതിപക്ഷത്തെ തന്നെ അവർ ഓർക്കസ്ട്രേറ്റ് ചെയ്ത് ഉണ്ടാക്കി. നിങ്ങൾ നോക്കൂ, അങ്ങനെ ജനാധിപത്യത്തെ എല്ലാ തൂണുകളെയും മാനിപ്പുലേറ്റ് ചെയ്ത് അവർ എല്ലാം കയ്യിലൊതുക്കി. ഇനി RSSൻ്റെ പരമമായ ലക്ഷ്യത്തിലേക്ക് പോവുക എന്നതിലേക്ക് വന്നു നിൽക്കുന്ന സന്ദർഭത്തിലാണ് ആ ജനത ഇറങ്ങി വന്നത്. ഒരു ജനത ഇറങ്ങി വന്നു. അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ, സിസ്റ്റത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് മറ്റെല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റി. അവർക്ക് ജനാധിപത്യത്തെ, MP-മാരെ, ചില പാർട്ടികളെ തന്നെ വില കൊടുത്തു വാങ്ങാൻ പറ്റി. പക്ഷേ ജനങ്ങളെ വില കൊടുത്തു വാങ്ങാൻ കഴിഞ്ഞില്ല. ഗോധി മാധ്യമങ്ങളെ അവർ സൃഷ്ടിച്ചു. അപ്പോൾ ജനാധിപത്യം ഒരുപക്ഷേ ഗോധി മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഒരു പറ്റം റിപ്പോർട്ടർമാർ ഈ ഫീൽഡിൽ വന്ന് ഒരക്ഷരം പോലും അവർക്ക് പറയാൻ കഴിയാതെ, റിപ്പോർട്ട് ചെയ്യാൻ കഴിയാതെ പോകേണ്ടി വരുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥ കാണുമ്പോൾ ഒരർത്ഥത്തിൽ വിഷമമുണ്ട് എങ്കിൽ പോലും ഈ ജനത്തിൻ്റെ ഉള്ളിലെ രോഷത്തിൻ്റെ ആഴം എത്രയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞ ദിവസങ്ങളാണിത്. ഇവർ സ്വയം ചിന്തിക്കേണ്ട സമയമായി. അതെ, ഇത് എന്താ കാര്യം? ഗോധി മീഡിയയെ തെരുവിലിട്ട് ഗോധി മീഡിയ ഹോയ് ഹോയ് എന്ന മുദ്രാവാക്യം ഇന്ത്യൻ തെരുവുകൾ ഏറ്റെടുത്തില്ലേ? ഇന്ത്യയിലെ ഒരു തെരുവിൽ നിന്നും ഗോധി മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പുല്ലുവിലയായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഫോർത്ത് സ്റ്റേറ്റ് നമുക്ക് പറയുന്ന പാർലമെൻ്ററി സിസ്റ്റം, അതിൻ്റെ ജുഡീഷ്യറി, അതിൻ്റെ എക്സിക്യൂട്ടീവ്, പിന്നെ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് ഡെമോക്രസി മീഡിയ, ഇത് എല്ലാറ്റിനെയും അവർ മാനിപ്പുലേറ്റ് ചെയ്തു. എല്ലാറ്റിനെയും അവർ കയ്യിലൊതുക്കി. ഇനി എല്ലാ മേഖലകളിലായി. ഇനി പിന്നെ അവരുടെ മറ്റേ നടപടി എല്ലാം നടപ്പിലാക്കിയാൽ മതി, ഭരണഘടന മാറ്റിയാൽ മതി. അപ്പോഴാണ് ഭരണഘടനയും പിടിച്ചൊരു ജനത തെരുവിലേക്ക് ഇറങ്ങിയത്. അതിന് ലോകത്തെല്ലായിടത്തും ഇത്തരം സന്ദർഭങ്ങളിൽ നേതൃത്വം കൊടുക്കുന്നത് പോലെ ഇന്ത്യൻ കൗമാരം അതിന് നേതൃത്വം കൊടുത്തു. ആ കൗമാരത്തിൻ്റെ പോരാട്ടത്തിൽ ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിറങ്ങി. അതാ ഞാൻ പറഞ്ഞത്, ജനാധിപത്യത്തിൻ്റെ വലിയ ഇത് തുടക്കം മാത്രമാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന തുടക്കം മാത്രമാണ്. അതിശക്തമായ മുന്നേറ്റങ്ങൾ ഇനിയും ഉണ്ടാകും. വിക്കറ്റ് 1 വീണത്. ഇനി ഈ പറയുന്ന സംഘപരിവാറിനെതിരായിട്ടുള്ള, അവരുടെ വർഗീയ വിഭജന നയങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തമായ പോരാട്ടം, ഇന്ത്യൻ ജനാധിപത്യം ആത്മവിശ്വാസം. ഇതിൻ്റെ അകത്ത് നമ്മൾ 20-ാം തീയതി പാർലമെന്റ് തുടങ്ങുമ്പോൾ പ്രധാനമന്ത്രി പാർലമെന്റിലേക്കൊന്നും വന്ന് ഇതിനൊരു മറുപടി പറയാൻ തയ്യാറാവുന്നില്ല. ഇത് ചർച്ച ചെയ്യാം എന്ന് പറയുന്നതല്ലാതെ ഇതിൻ്റെ അകത്തൊരു ആക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവാത്ത തലത്തിൽ കഴിഞ്ഞ 2 ദിവസം അർദ്ധരാത്രിക്ക് നമ്മുടെ പ്രധാനമന്ത്രി ലൈവിൽ വരികയാണ്. ലൈവിൽ വന്നിട്ട് ഈ മീഡിയ പിന്നെ ഫ്രണ്ട്സ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ട് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടാണ് അഭിസംബോധന. എന്തൊരു സ്നേഹമാണ് അദ്ദേഹത്തിന്. ഇപ്പോൾ എല്ലാവരും അതുകൊണ്ട് അങ്കിൾ എന്നാണ് പ്രധാനമന്ത്രിയെ വിളിക്കുന്നത്. ഈ വീണ്ടും പിന്നെ ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയുടെ വിഷയം വരുമ്പോൾ രാജി വെക്കുന്നില്ല എന്ന് പറയുന്നില്ല. ഒരു ദിവസം സമയം വേണം. എന്തുമാത്രം വലിയൊരു കീഴടങ്ങലാണ്. അതായത് മണിപ്പൂരിൻ്റെ സമയത്ത് പോലും മണിപ്പൂരിലേക്ക് പോകാൻ പ്രധാനമന്ത്രി തയ്യാറായില്ല. പാർലമെൻറ്റിനുള്ളിൽ ഒരു ചർച്ച അനുവദിക്കാൻ തയ്യാറായില്ല. ആ സന്ദർഭങ്ങളിൽ ഉൾപ്പെടെ 3 സന്ദർഭങ്ങളിൽ സസ്പെൻഷന് പാർലമെൻറ്റിന് വിധേയമാക്കപ്പെട്ട ആളാണ് ഞാൻ. ഡസൻ കണക്കിന് MP-മാരെ സസ്പെൻഡ് ചെയ്തു. എന്തായിരുന്നു മാസ് സസ്പെൻഷൻ നടത്തിയത്? ചർച്ച ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ. മണിപ്പൂർ ചർച്ച ചെയ്തത് ആവശ്യപ്പെട്ടപ്പോൾ സസ്പെൻഷൻ. ചർച്ചയിൽ അത്ര ധിക്കാരായിരുന്നു. ഇപ്പോഴോ ഇവിടെ ഈ സമരം തുടങ്ങിയപ്പോൾ ധിക്കാരായിരുന്നു. ഇൻ്റർനെറ്റ് ബാൻ ചെയ്തു. വിദ്യാർത്ഥികളെ തെരുവിലേക്ക് പോകുന്ന സർവകലാശാലകൾക്ക് തിട്ടൂരം കൊടുത്തു. എന്നിട്ട് എന്തായി? ആർക്കും പിടിച്ച ക്രൂരമായാണ് മർദ്ദിച്ചത്. എന്ന് പറഞ്ഞാൽ ലോകത്തൊരിടത്തും തൻ്റെ സിറ്റിസനെ ഒരു ഭരണകൂടവും ഇതുപോലെ ആക്രമിച്ചിട്ടില്ല. അതും മദർ ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ റിപ്പബ്ലിക്കിൽ ഒരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല. അതങ്ങനെ സംഭവിച്ചു കൂടാത്ത കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് അതിശക്തമായ പോരാട്ടം. ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയുന്നു, ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല. വർഗീയതക്കെതിരായ പോരാട്ടം, കൂടുതൽ മെച്ചപ്പെട്ട ഇന്ത്യക്ക് വേണ്ടിയുള്ള പോരാട്ടം, ആ പോരാട്ടം അതിശക്തമായി തുടരാൻ ഈ രാജ്യത്തിനാകെ കൊടുത്ത ആത്മവിശ്വാസമാണ് ഈ സമരം, ഇതിൻ്റെ വിജയം. നന്ദി റഹീം. പറഞ്ഞതുപോലെ തന്നെ ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയും ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള മുന്നേറ്റങ്ങൾ കാണാനിരിക്കുന്നു. റഹീം പറഞ്ഞ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ വീണത് 1 വിക്കറ്റ് മാത്രമാണ്. ഇനിയുമുണ്ട് ഏറെ മുന്നേറുവാൻ. അപ്പോൾ അതിനുള്ള എല്ലാവിധ ഊർജ്ജവും പ്രദാനം ചെയ്യുവാൻ ഈ ഒരു മുന്നേറ്റത്തിന്, ഈ വിദ്യാർത്ഥി ഐക്യത്തിന്, ഈ യുവതയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.